ഹായ്. ഈ പാടങ്ങളിലൊക്കെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണല്ലേ. നമ്മളൊക്കെ അത് ഒരുപാട് നിന്ന് കണ്ട് ആസ്വദിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ വയലുകൾ കണ്ടാൽ, പാടങ്ങൾ കണ്ടാൽ നമ്മൾ നിന്ന് പോകാറുണ്ട്. പക്ഷേ ഈ വയലുകളൊക്കെ അല്ലെങ്കിൽ ഈ പാടത്തിലുള്ള ഈ പച്ചപ്പൊക്കെ ഭംഗിയായിട്ട് തോന്നുന്നത് കുറച്ചൊക്കെ അകലെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ്. ഇതിനടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ നെൽച്ചെടിയും എത്രത്തോളം അകലത്തിലാണ് നട്ടിരിക്കുന്നതെന്ന്. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പല ബന്ധങ്ങളെയും കണ്ടുവരുന്നത്. അകലെ നിന്ന് നോക്കുന്ന ഭംഗിയൊന്നും അടുത്തോട്ട് ചെല്ലും തോറും കാണാൻ കഴിയുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റൊരു ഉത്തരം പറയാനും ആർക്കും കഴിയുന്നുമില്ല. സ്വപ്നം കണ്ടുകൂട്ടിയ ഒരു ജീവിതം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തത് കൊണ്ടാവാം ഇങ്ങനെയെന്ന് തോന്നുന്നു. കിട്ടിയ ജീവിതം മനോഹരമാക്കാൻ ശ്രമിക്കാത്തതും മറ്റൊരു കാരണമാണ്. ഇത് ആരുടെയും ഉള്ളിൽ സ്നേഹവും വാത്സല്യമൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. സ്വയം ഉള്ളിൽ ഒരു കളിക്കളം തീർത്ത് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും. ഇനി ഉള്ളിലുള്ള സ്നേഹമൊന്ന് പുറത്തോട്ട് കാണിക്കാം. ചെറിയ അപകടങ്ങളോ അസുഖങ്ങളോ വലിയ ദുരന്തങ്ങളോ വന്നു ചേരണോ എന്നൊന്ന് ആലോചിക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്വയം നമ്മൾ തീർത്തിട്ടുള്ള കളിക്കളത്തിൽ സ്വയം ചിന്തകളോടും വാശികളോടും പടവെട്ടി അവസാനിക്കേണ്ടി വരുമോ എന്ന് സംശയിക്കുന്നു. ഹായ്. ഈ പാടങ്ങളിലൊക്കെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണല്ലേ. നമ്മളൊക്കെ അത് ഒരുപാട് നിന്ന് കണ്ട് ആസ്വദിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ വയലുകൾ കണ്ടാൽ, പാടങ്ങൾ കണ്ടാൽ നമ്മൾ നിന്ന് പോകാറുണ്ട്. പക്ഷേ ഈ വയലുകളൊക്കെ അല്ലെങ്കിൽ ഈ പാടത്തിലുള്ള ഈ പച്ചപ്പൊക്കെ ഭംഗിയായിട്ട് തോന്നുന്നത് കുറച്ചൊക്കെ അകലെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ്. ഇതിനടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ നെൽച്ചെടിയും എത്രത്തോളം അകലത്തിലാണ് നട്ടിരിക്കുന്നതെന്ന്. അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പല ബന്ധങ്ങളെയും കണ്ടുവരുന്നത്. അകലെ നിന്ന് നോക്കുന്ന ഭംഗിയൊന്നും അടുത്തോട്ട് ചെല്ലും തോറും കാണാൻ കഴിയുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റൊരു ഉത്തരം പറയാനും ആർക്കും കഴിയുന്നുമില്ല. സ്വപ്നം കണ്ടുകൂട്ടിയ ഒരു ജീവിതം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തത് കൊണ്ടാവാം ഇങ്ങനെയെന്ന് തോന്നുന്നു. കിട്ടിയ ജീവിതം മനോഹരമാക്കാൻ ശ്രമിക്കാത്തതും മറ്റൊരു കാരണമാണ്. ഇത് ആരുടെയും ഉള്ളിൽ